സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഇതിനകം ഒത്തിരി ദൈവവചനങ്ങൾ എഴുതുന്നവരെയും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെയും ദൈവവചനത്തോട് ഒത്തിരി ദാഹമുള്ള ആളുകളെയൊക്കെ ഈ ശുശ്രൂഷയിലൂടെ കണ്ടെത്തുവാനും പല പ്രാർത്ഥനാ വിഷയങ്ങൾ കൈമാറുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ സാധിച്ചതിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രാർത്ഥന എന്താണ്? പ്രയർ ഈസ് ഒമ്നിപൊട്ടൻറ്റ്. പ്രാർത്ഥനയിൽ പരിഹാരമില്ലാത്ത ഒരു കാര്യവുമില്ല. ഞാൻ ഏതാനും വർഷം മുമ്പ് എൻ്റെ അടുക്കലേക്ക് ഒരു വീട്ടമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് ഞാനൊരു പള്ളിയിൽ കൺവെൻഷൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് പുറത്തോട്ട് വരുമ്പോൾ, ഈ പ്രശാന്തച്ചൻ്റെ കൂടെയാണ്, പ്രശാന്തച്ചൻ്റെ ടീമിലാണ് ക്ലാസ്സും കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ഒരു വീട്ടമ്മയെ ഏതാനും പേര് താങ്ങി പിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഈ അമ്മയുടെ മകൻ ഏതാനും ദിവസം മുമ്പ് പള്ളിയിലെ KCMൻ്റെ പ്രവർത്തകനായിരുന്നു. അവിടെ പള്ളിയുടെ അവിടെ വന്ന് വൈകുന്നേരം വരാന്തയിലൊക്കെ ഇരിക്കും. അപ്പോൾ പള്ളിയിൽ വന്നിട്ട് അവൻ ആ കൊടിമരത്തിൻ്റെ അവിടെ അങ്ങനെ ഇരുന്നതാണ്. പാമ്പിൻ്റെ പുറത്ത് ചവിട്ടിയിട്ടാണ് കയറിയിരുന്നത്. പാമ്പ് കടിച്ച് പറിച്ച് കളഞ്ഞു. എന്നിട്ട് എറണാകുളത്തെ പ്രശസ്തമായ ആശുപത്രിയിൽ കൊണ്ടുപോയി പാമ്പ് കടിക്കെതിരെയുള്ള മരുന്നുകളൊക്കെ ചെയ്തു. അവൻ രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞതിന് രക്ഷപ്പെട്ട അവസ്ഥയായി. പക്ഷേ എല്ലാ ചികിത്സയും കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിൽ ഒരു ദിവസം അറ്റാക്ക് വന്ന് ഈ മനുഷ്യൻ ആശുപത്രിയിൽ നിന്ന് ചെറുപ്പക്കാരനാണ്, അപ്പം മരിച്ചുപോയി. അപ്പോൾ ആ മകനെ കിട്ടുകയില്ല. അമ്മ പറയുന്നത് പാമ്പ് കടിച്ചു മരിച്ചു പോയെങ്കിൽ പാമ്പ് കടിച്ചു മരിച്ചെന്നങ്ങ് വിചാരിച്ചാൽ മതി. പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഡയാലിസും എല്ലാം കഴിഞ്ഞ് ഇനി ആശ്വാസമായി എന്നും പറഞ്ഞിരിക്കുന്ന സമയത്താണ് മുറിയിലേക്ക് ആക്കി. അപ്പോൾ മകൻ പാമ്പ് കടിയേറ്റ് മരിക്കുകയാണ്. ഈ സംഭവം ഈ അമ്മയ്ക്ക് താങ്ങാവുന്നതിലപ്പുറം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഒറ്റയടിക്ക് മകനെ വീണ്ടും രണ്ടാമതുണ്ടായ ഈ അറ്റാക്ക് മൂലം നഷ്ടപ്പെട്ട അവസ്ഥ. മനുഷ്യൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ വിളിച്ചാൽ ഇപ്പോൾ പോകണം. ഞങ്ങളെ വചനം പഠിപ്പിച്ചു തന്ന ഒരു ബ്രദർ ഹൈദരാബാദിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിൽ മറിഞ്ഞു വീണ് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ മരിച്ചെന്ന് പറഞ്ഞ്. എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ദൈവ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചാൽ വെളിപ്പുറത്ത് പോകണം. അതുപോലെ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ പ്രസംഗിക്കാൻ വന്ന ആളെ കാണാഞ്ഞിട്ട് പാട്ടുകാരൻ വന്ന് നോക്കുമ്പോൾ ബൈബിളും പിടിച്ച് മരിച്ചിരിക്കുക. എന്ത് നല്ല മരണമെന്ന് പറയും. പക്ഷേ എൻ്റെ അപ്പം പറയാറുള്ള ഒരു കാര്യം ഇതാണ്. എൻ്റെ അപ്പം മരിക്കുന്നതിൻ്റെ തലേ ദിവസം നടത്തിയ ശുശ്രൂഷയിൽ നടത്തിയ പ്രസംഗം ഇതാണ്. അതായത് വണ്ടി ഇടിച്ച് മരിച്ചാൽ, ആരെങ്കിലും തല്ലിക്കൊന്നാൽ, വെള്ളത്തിൽ വീണ് മരിച്ചാൽ, അപകടം പറ്റി മരിച്ചാൽ, ആരെങ്കിലും കെട്ടിത്തൂക്കി കൊന്നാൽ, തീപ്പൊള്ളി മരിച്ചാൽ, ഇതൊന്നും ദുർമരണമല്ല. ദുർമരണം എന്ന് പറയുന്നത് ഒരാൾ ഒരുക്കമില്ലാതെയും വിശുദ്ധി ഇല്ലാതെയും മരിച്ചാലാണ്. എന്ന് പറഞ്ഞ് കെട്ടിത്തൂങ്ങി ചാവുന്നത് പുണ്യമാണെന്നല്ല പറയുന്നത്. ആരെങ്കിലും കെട്ടിത്തൂക്കി കൊന്നാൽ, വണ്ടി ഇടിച്ച് അപകടത്തിൽ മരിച്ചാൽ എന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം ഒരു അപകടത്തിലാണ് എൻ്റെ അപ്പൻ മരിക്കുകയുണ്ടായത്. 54 വയസ്സ് തികഞ്ഞില്ല. അപ്പോൾ അപ്പൻ ജീവിച്ചിരിക്കാൻ വേണ്ടി അനേക വർഷങ്ങൾ, 15 വർഷങ്ങളും ജീവിക്കാൻ പ്രാർത്ഥിക്കാൻ അമ്മ പറഞ്ഞു തന്നു. പണ്ടേ പലതവണ മരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം വീണ്ടും 15 വർഷം നീട്ടിക്കൊടുത്ത് അങ്ങനെ 54 വയസ്സ് തികയാൻ ഒരു മാസം ഉള്ളപ്പോൾ അപ്പച്ചൻ മരിച്ചു. നല്ല ഒരുക്കത്തോടെയും ഒക്കെയാണ് അപ്പച്ചൻ മരിച്ചത്. നല്ല പ്രാർത്ഥനയും വിശ്വകുർബാനയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം. ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചവരെക്കുറിച്ചുള്ള നമ്മുടെ വികലമായ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റണം. ക്രിസ്തീയമായ പ്രത്യാശ എന്ന് പറഞ്ഞാൽ മരണം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഒരു യാത്ര പോകുന്ന ആൾ തിരിച്ചു വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വേളാങ്കണ്ണി പോയി. വീടൊക്കെ അടച്ചിട്ട് ഞങ്ങളുടെ പട്ടീനെയൊക്കെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയി. പക്ഷേ അതിൻ്റെ അർത്ഥം ആ വഴി ആ ഏൽപ്പിച്ചാക്കെല്ലാം കിട്ടി, അല്ലെങ്കിൽ ഇനി നമ്മളൊരിക്കലും വരത്തില്ല എന്നല്ല. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആ യാത്രയും കഴിഞ്ഞ് മടങ്ങി വന്നു. അതുപോലെ നിദ്ര പ്രാപിച്ചവർ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മരണമടഞ്ഞവരെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരാണ് നമ്മുടെ മരണമടഞ്ഞവർ, പ്രിയപ്പെട്ടവർ. ഇങ്ങനൊരു പ്രോഗ്രാം ഒരുപക്ഷെ ദൈവം ചെയ്യിക്കുന്നെങ്കിൽ അതൊരാൾക്ക് വേണ്ടിയാകാം. കഴിഞ്ഞ ഒരു 10-60 ദിവസം മുമ്പ് എൻ്റെ മകളുടെ ഭർത്താവ് ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു. അപ്പോൾ ആ മരിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടുള്ള ഒരു 10-7 ദിവസമാണ് ഇവർ തമ്മിൽ ജീവിച്ചിട്ടുള്ളത്. ഇനി ദിവസങ്ങൾ നീണ്ട ലീവും
ടൂർ പ്രോഗ്രാമും അതിനുശേഷം അവളെ കൊണ്ടുപോകാനുള്ള വിസ ഒരുപാട് ക്രമീകരണങ്ങളാണ് നടന്നത്. 45 ദിവസം ലീവുണ്ട്, കൊണ്ടുപോകാൻ പറ്റും. അവളും ജോലിയെല്ലാം കളഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് മരണം വന്നു മുട്ടി വിളിച്ചത്. ഇതാ ഞങ്ങൾ സ്വീകരിച്ചത് വളരെ സന്തോഷത്തോടെ ഒട്ടനവധി ദിവസത്തേക്കുള്ള മകൻ്റെ മടങ്ങി വരവല്ല, ഇതാ മകൻ്റെ മൃതശരീരമാണ് ഞങ്ങൾക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. വളരെ ദുഃഖകരമായ, ശാരീരികമായ വേർപാട് ദുഃഖകരമായ ഒരു സംഭവമാണെങ്കിലും പക്ഷേ ഒരു കൃത്യമായ കാഴ്ചപ്പാടിൽ മരണം ഒരു കടന്നുപോക്കാണ്. അപ്പോൾ ക്രിസ്തീയമായ ഒരു കാഴ്ചപ്പാട് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് ഒരു മരണം വന്നപ്പോൾ പലരും വിചാരിച്ചു ബ്രദർ ദൈവത്തെ തള്ളിപ്പറയും, സുവിശേഷ പ്രഭാഷണം ഇതോടെ ഉപേക്ഷിക്കും, ബ്രദറിൻ്റെ കുടുംബം പോയി, ഇനി ഇവരെ കൗൺസിൽ ചെയ്യാനും ധ്യാനിപ്പിക്കാനും ആരെങ്കിലും വേണ്ടി വരും. കുറേ പേര് ചിലരൊക്കെ പറഞ്ഞു ഇതാ ഈ ഞങ്ങളുടെ വിശ്വാസം കൂടി, ഇതെങ്ങനെ നിങ്ങൾ പിടിച്ചു നിന്ന്, നിങ്ങളിത് കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കൊത്തിരി പ്രത്യാശ കിട്ടി എന്ന് പലരും പറഞ്ഞു. സമ്മതിച്ചിട്ടാ ആശാനെ നമസ്കരിക്കുന്നു തൊഴുന്നിട്ടൊക്കെ എന്ന് പറഞ്ഞവർ. നമ്മളെ ആരാധിക്കുകയും നമസ്കരിക്കുകയൊന്നും വേണ്ട, പക്ഷേ ജീവിതത്തിലും മരണത്തിലും ദൈവത്തിൻ്റെ ആ ഇടപെടൽ തിരിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മരണം എന്ന് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊരു പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള കടന്നുപോക്കാണ്. ഒരു കഥ ഓർക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ശ്രീബുധൻ്റെ അടുക്കൽ തൻ്റെ വിധവയായ അമ്മ തൻ്റെ മരിച്ചുപോയ ഏക മകനെ ഉയർപ്പിക്കണമെന്നും പറഞ്ഞിട്ട് ജീവൻ കൊടുക്കണമെന്നും പറഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ആരോ പറഞ്ഞു ശ്രീബുധൻ്റെ അടുത്ത് പോയാൽ മതി, അത്ഭുതം നടക്കുമെന്ന്. അപ്പോൾ ഈ കഥയിൽ ഈ അമ്മ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ശ്രീബുധൻ പറയുന്നുണ്ട്, ആരും മരിക്കാത്ത ഏതെങ്കിലും വീട്ടിൽ പോയി 2 മണി ധാന്യം വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. അപ്പോൾ ഈ സ്ത്രീ അതിനെന്താ ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ പല വീടുകളിലും ഈ സ്ത്രീ ധാന്യം അന്വേഷിച്ച് കടന്നുപോയി. ഓരോ വീടുകളിലും വരുമ്പോൾ അവർ പറഞ്ഞ് 2 മണി ധാന്യമല്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ, ഈ അമ്മയുടെ മകനെ ഉയർപ്പിക്കാൻ വേണ്ടിയല്ലേ, തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ തരാൻ തയ്യാറാണ്. പക്ഷേ അപ്പോൾ ഈ സ്ത്രീ ചോദിക്കും ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അയ്യോ അവർ പറഞ്ഞ് അച്ഛൻ മരിച്ചു പോയതാ, അമ്മ മരിച്ചു പോയതാ, വേറെ അടുത്ത് വരുമ്പോൾ കൊച്ചു മരിച്ചു പോയതാ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയതാ. ഇങ്ങനെ ഓരോ വീടുകളിലും വന്ന് ഇങ്ങനെ മുട്ടി വിളിക്കുകയാണ്. ആരും മരിക്കാത്ത ഏതെങ്കിലും വീട്ടിൽ നിന്ന് 2 മണി ധാന്യം കിട്ടണം. കാര്യം നിസ്സാരം, പക്ഷേ പ്രശ്നം ഗുരുതരം. ശ്രീബുദ്ധൻ്റെ ഈ കഥയിൽ പറയുകയാണ്, അവസാനം ആ സ്ത്രീ മടങ്ങി മകനെ ഉയർപ്പിക്കാൻ പറഞ്ഞ് ബുദ്ധനെ അന്വേഷിച്ച് വന്നില്ല. കാരണം ആരും മരിക്കാത്ത ഒരു വീടും ഇല്ല. അതുകൊണ്ട് മരണം ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ അപ്പനും അമ്മയും കൂടെ എൻ്റെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച വീട്ടിൽ, പെങ്ങൾ ഗർഭിണി 7 മാസം, ആ സമയത്ത് അവരെ കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങിന് ആലോചിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നട്ടുച്ചക്ക് പോകണ എന്തിനാ, വൈകുന്നേരം പോയാൽ പോരെ. പക്ഷേ അപ്പന് തിരക്കാ, പോയി ഓരോ കാര്യം തീർക്കണമെന്ന് വെച്ചാൽ എൻ്റെ മകനും ചാടി സ്കൂട്ടറിൽ കയറി. ഞാൻ അവനെ കൊച്ചാണ്, അവനെ പിടിച്ച് വലിച്ചു മാറ്റി. അവൻ വലിയ വാശിക്ക് കരഞ്ഞു. അപ്പോൾ അപ്പനൊരു അനുഗ്രഹമൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ലാസ്റ്റ് ഒരു വാക്ക് അവനെക്കുറിച്ച് ഒരു അനുഗ്രഹമൊക്കെ പറഞ്ഞു. അവനിപ്പം മിസ്റ്റർ കേരളയും പവർ ലിഫ്റ്റിങ് അതിലെല്ലാം ഒരു നല്ല ലെവലിലെത്തി, അങ്ങനെ നല്ല രീതിയിൽ ദൈവാനുഗ്രഹത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു പോക്കിൽ അപകടം പറ്റി അപ്പച്ചൻ മരിച്ചു. ആ പോയ പോക്കും കഴിഞ്ഞ് തിരിച്ചു വരിക, അപ്പച്ചൻ മരിച്ചു, അമ്മച്ചിയെ മൃതപ്രായമായിട്ട് തിരിച്ചു കിട്ടുക. അപ്പോൾ എൻ്റെ അമ്മച്ചി ബോധം വന്നപ്പോൾ എന്നോട് അമ്മവും പറഞ്ഞത് കേട്ട് പോകാതിരുന്നാൽ മതിയായിരുന്നല്ലേ, പോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടന്നെ. അങ്ങനെ ഒന്നുമില്ല, ഇപ്പോൾ വിളിച്ചാൽ ഇപ്പോൾ പോകണം. ഇരിക്കണടുത്തിരുന്ന് ഒരു എക്കിൾ വന്നിട്ട് മറിഞ്ഞുകൊണ്ട് മരിക്കുന്ന എത്ര പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരു വ്യക്തി കഞ്ഞിയും കുടിച്ചുകൊണ്ടിരിക്കണേ, കഞ്ഞി എടുത്ത് വായിലോട്ട് വെച്ച് മറിഞ്ഞു വീണ്. ഇന്ന കാര്യമൊന്നുമില്ല, ഇപ്പോൾ വിളിച്ചാൽ ഇപ്പോൾ പോകണം. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചാൽ ബൈക്ക് ഓടിച്ചു വരുന്ന ചെറുപ്പക്കാരൻ, ഈ അടുത്ത ദിവസം ചെറുപ്പക്കാരൻ മതിലിലേക്ക് ചാരി വന്ന് നിന്നിട്ട് ബൈക്ക് ഇങ്ങനെ ചാരി വെച്ച് അവിടെ മറിഞ്ഞു വീണ്. ആളുകൾ വന്ന് എടുത്ത്, ചെറുപ്പക്കാരനാണ്. യൂത്തൊക്കെ ഇങ്ങനെ ഇന്നിപ്പോൾ പത്രത്തിൽ ചരമക്കോളമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, വൃദ്ധന്മാരും കിടപ്പ് രോഗികളും അവശതക്കാരൊന്നുമല്ല, വളരെ സ്പീഡിൽ കുട്ടികളും യൂത്തൊക്കെ. എല്ലാവർക്കും ടെൻഷൻ, ആരോട് ചോദിച്ചാലും ടെൻഷൻ. എന്ത് ടെൻഷന്, ചങ്കൂട്ടി ചാകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിത്യജീവിതത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കുകയും ജീവിക്കുന്ന ജീവിതം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ അമിതമായ ഓട്ടവും വ്യഗ്രതയും സ്പീഡും ആകുലതയും എല്ലാം കുറച്ച് സാധിക്കുന്ന തരത്തിലുള്ള നന്മ പ്രവൃത്തികൾ. വെറും $5 പിടിച്ച് കൽക്കട്ടയിലെ തെരുവിലേക്ക് ഇറങ്ങിയ മദർ തെരേസ ആളുകൾ പറഞ്ഞ് തലക്ക് ഭ്രാന്ത. പലരും ഇവരെ പൂട്ടിക്കാൻ വേണ്ടി മതം മാറ്റാനാണ് ക്രിസ്ത്യാനികളുടെ സൂത്രമെന്ന് പറഞ്ഞ് പല വഴിക്കും വന്നു.
പക്ഷേ ലോകം കയ്യടിയോടെ പൂട്ടിക്കാൻ നടന്നവരടക്കം കയ്യടിയോടെ ഏറ്റുവാങ്ങി ഇന്ന് ലോകത്തിൽ സമാധാനത്തിൻ്റെ നന്മയുടെ വിത്ത് വിതച്ച വിശുദ്ധ മാർ തെരേസയുടെ ജീവിതം നോക്കൂ, എത്ര ധന്യമാണ്. ഏത് ചിത്രം കണ്ടാലും പുഞ്ചിരിക്കുന്ന ആ മുഖം, ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് പോലെ തോന്നുന്ന ചിത്രങ്ങളാണ് ആ അമ്മയുടെ മുഖം നോക്കിയാൽ, ആ പടങ്ങൾ നോക്കിയാൽ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ഒരു ജീവിതവും നമുക്കുള്ളൂ. പണ്ടൊരാൾ പത്രം വന്നപ്പോൾ രാവിലെ ഞാനൊക്കെ പത്രം വരുമ്പോൾ ആദ്യം ചരമത്തിൻ്റെ പേജ് ആണ് എടുത്തിരുന്നത്. അപ്പോൾ ആ പേജ് നോക്കുമ്പോൾ കാണുന്നത് ഇയാളുടെ പടം അതിൽ ചരമത്തിൽ അടിച്ച്, എന്നിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ് ഡൈനാമിറ്റ് വീരൻ അന്തരിച്ചു എന്നാണ് ഹെഡിങ്. നമുക്ക് സാധാരണ നിര്യാതരായെന്ന് പറയും. അയാൾ ഏത് ബിസിനസ് ജോലിയാണത് അതിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ എഴുതിയിരിക്കുന്നത് വലിയ അക്ഷരത്തിൽ ഡൈനാമിറ്റ് വീരൻ അന്തരിച്ചു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഒരു നിമിഷം സ്റ്റക്കായിപ്പോയി. വായിക്കുന്ന ആൾ തന്നെ മരിച്ചെന്നും പറഞ്ഞാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് മനസ്സിലായ ശത്രുക്കൾ ആരോ എന്തോ ഒരു കള്ളക്കളി കളിച്ചതാണ്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഓരോ തരത്തിൽ അസൂയാലുക്കളും എതിരാളികളും. അതിന് കേസ് കൊടുക്കാനോ, നമ്മളാണെങ്കിൽ അപ്പം തന്നെ പത്രക്കാരെ വിളിച്ച് 2 തെറി പറയും, അല്ലെങ്കിൽ പോയി അടിച്ചു പൊളിക്കും, അല്ലെങ്കിൽ മാനനഷ്ട കേസ് കൊടുത്ത് കുറച്ച് കാശുണ്ടാക്കാൻ നോക്കും. ഈ മനുഷ്യൻ അതിനൊന്നും പോയില്ല. പത്രം കുറച്ച് നേരവും കൂടെ അത് തന്നെ നോക്കിയിരുന്നു. ഡൈനാമിറ്റ് വീരൻ അന്തരിച്ചു. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ലോകം എന്നെക്കുറിച്ച് കാണാൻ പോകുന്ന കാഴ്ചപ്പാട് ഇതാ. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ആരായിരുന്നെന്ന് അറിയാമോ? ഡൈനാമിറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നൊബേൽ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനായിരുന്നു. ഈ ഡൈനാമിറ്റിൻ്റെ കണ്ടുപിടുത്തം നല്ലൊരു ഉദ്ദേശത്തോടെ ആയിരുന്നെങ്കിലും ഡൈനാമിറ്റ് പൊട്ടിയും പൊട്ടിച്ചൊക്കെ ഒരുപാട് പേര് മരിച്ച ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊരു പ്രതിവിധി ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇന്ന് ലോകത്ത് സമാധാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നതും വിദ്യാഭ്യാസ, വികസന, പരീക്ഷണ, ഗവേഷണ, മനുഷ്യോപകാരപ്രദമായ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങളും സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും എല്ലാം പ്രഖ്യാപിക്കുന്നതോടൊപ്പം നൊബേൽ സമ്മാനം ലോകത്ത് സമാധാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് ഗോർബച്ചേവിനും അതുപോലെ വിശുദ്ധ മാർ തെരേസയ്ക്കും എല്ലാം ഈ സമ്മാനം, ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സമാധാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുള്ള പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന നൊബേൽ സമ്മാനം ഈ ഡൈനാമിറ്റ് വീരൻ എന്ന് പറഞ്ഞ് മുദ്ര ചെയ്യപ്പെട്ട ആ മനുഷ്യനാണ് പിന്നീട് തൻ്റെ ജീവിതം തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള ഒത്തിരി ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ സമാധാനത്തിൻ്റെ ഈ സമ്മാനം അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെട്ടു. അപ്പോൾ നമുക്കൊരു ജീവിതമുള്ളൂ. എന്നെയും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും മരിച്ചവരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മരിച്ചവരെ ഓർത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മകനെ വിട്ടുകൊടുക്കാതെ, ഭർത്താവിനെ വിട്ടുകൊടുക്കാതെ, മരിച്ചുപോയ അപ്പനെ വിട്ടുകൊടുക്കാതെ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെ പീഡിപ്പിച്ചുകൊണ്ട്, അതൊരു പീഡനോ. മരിച്ച ആളെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരും മരിച്ചതിന് തുല്യമാവുകയാണ്. അതുകൊണ്ട് ദൈവം നിന്നെ ഏൽപ്പിച്ച നിൻ്റെ കടമ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കൾ, നിൻ്റെ കുടുംബം, അവരോടുള്ള കടമകൾ നിറവേറ്റും. മരിച്ചുപോയവരും നമ്മളോട് പറയുന്ന കാര്യം ഇതാണെന്ന് മനസ്സിലാക്കുക. എൻ്റെ പ്രിയരെ, ഞങ്ങളാ ഇങ്ങനെ പോയി, നിങ്ങളെങ്കിലും നിങ്ങളുടെ കടമകൾ നിർവഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്നു. ആ ഒരു വിശുദ്ധ ജർത്രൂദ്, വിശുദ്ധ പാദ്രപ്പിയോ ഇവർക്കൊക്കെ മരിച്ചവരെക്കുറിച്ചുണ്ടായ ദർശനങ്ങളും വെളിപ്പെടുത്തലും നൽകിയത് അവർ കരഞ്ഞപേക്ഷിക്കുന്ന ഇതാ, നിങ്ങളെങ്കിലും പാപത്തിന് ജീവിക്കും, നിങ്ങളെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പരിഹാരം ചെയ്യും, ഞങ്ങൾക്ക് വേറെ ആരുമില്ല, നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഈ ഉൾക്കാഴ്ചയോടാണ് വിശുദ്ധ മോനിക്ക പുണ്യവതി തൻ്റെ മകൻ അഗസ്റ്റിനോട് പറഞ്ഞ ഇതാ, എൻ്റെ കാലശേഷം നീ എനിക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, എൻ്റെ കാലശേഷം നീ പങ്കെടുക്കുന്ന ബലികളിൽ മകനെ ബലിപീഠത്തിൽ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് മരിച്ചവരെയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. വിഗ്രഹാരാധനയാണ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കല്ലേ. മരണം ഒരു കടന്നുപോക്കാണ്, ഒരു തീർത്ഥയാത്രയാണ്. അത് നിദ്ര പ്രാപിച്ചവരെ, ഉറങ്ങുന്നവരെ പോലെയാണ്. കർത്താവിനോടുകൂടെ വാനമേഘങ്ങളിൽ അവരും കടന്നു വന്ന് കർത്താവിൻ്റെ വീണ്ടും വരവിൽ നമ്മളെ സ്വീകരിക്കും. അപ്പോൾ അവരും നമ്മൾ സന്തോഷമുള്ളവരായി മാറും. ദൈവം അതിനുള്ള അനുഗ്രഹം ഉൾക്കാഴ്ച എല്ലാവർക്കും തരട്ടെ. മരിച്ചവരെ വിട്ടുകൊടുക്കുക, ജീവിച്ചിരിക്കുന്നവർ ജീവനോടെ ഇരിക്കുക, ഉൾക്കാഴ്ചയോടെ ഇരിക്കുക. നല്ല ഇടിവെട്ടും മഴയും വന്നുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.